എല്ലാം നേടിക്കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പോഴും ഒന്നും നേടാത്ത ഒരാളുടെ അത്രയും വലിയ വിശപ്പുണ്ട്. പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനെസ് തന്റെ നായകനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ വാക്കുകൾ ചെന്നു നിൽക്കുന്നത് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന മറ്റൊരു ലോകകപ്പ് പോരാട്ടത്തിലാണ്. പ്രായം 40കളിലേക്ക് കടക്കുമ്പോഴുള്ള പരിമിതികൾ അയാൾക്കുണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഉണ്ടെങ്കിൽ ശൂന്യതയിൽ നിന്ന് ചരിത്രം രചിച്ചുകൊണ്ട് തന്റെ 6ാമത്തെ ലോകകപ്പിലേക്ക് അയാൾ നടന്നു കയറുമായിരുന്നില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇത് അവസാനത്തെ ലോകകപ്പാകുമോ? നമ്മൾ കഴിഞ്ഞ തവണയും ഇത് തന്നെയല്ലേ പറഞ്ഞത്. പക്ഷേ സിംഹക്കൂട്ടിലെ വേട്ടക്കാരന് പ്രായം വെറുമൊരു അക്കമാണെന്ന് അയാൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു. മനസ്സിൽ വലിയൊരു മുറിവുമായിട്ടായിരുന്നു അയാൾ കഴിഞ്ഞ തവണ ഖത്തറിലെത്തിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നുള്ള നാടകീയമായ പടിയിറക്കത്തിന്റെ വിവാദങ്ങൾ അന്തരീക്ഷത്തിൽ പുകയുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ദക്ഷിണ കൊറിയയോട് തോറ്റതിനു പിന്നാലെ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള ആ നിർണായക നോക്കൌട്ട് മത്സരത്തിൽ അന്നത്തെ കോച്ച് ഫെർണാണ്ടോ സാന്റോസ് ആ ഇതിഹാസത്തെ ആദ്യ 11-ൽ നിന്ന് ഒഴിവാക്കി. ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർ തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിൽ നിസ്സഹായനായി ബെഞ്ചിലിരിക്കുന്നത് കണ്ട് ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചു പൊട്ടിയ നിമിഷമായിരുന്നു അത്. 2ാം പകുതിയിൽ പകരക്കാരനായി അയാൾ കളത്തിലിറങ്ങിയാലും വിധി മറ്റൊന്നായിരുന്നു. മൊറോക്കയോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായപ്പോൾ ദോഹയിലെ അൽത്തുമാമ സ്റ്റേഡിയത്തിന്റെ ടണലിൽ കൂടി ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്നു നീങ്ങിയത് ലോകം ഒരു വിങ്ങലയോടെയാണ് കണ്ടു തീർത്തത്. 5ാം ലോകകപ്പിലും തന്റെ ജീവിതാഭിലാഷം ബാക്കിവെച്ച് കണ്ണീരോടെ അയാൾ കളം വിട്ടു. എന്നാൽ വീണു പോയിടത്തു നിന്ന് രാജാവായി ഉയർത്തെഴുന്നേൽക്കുന്നതായിരുന്നു അയാളുടെ ചരിത്രം. ഏഷ്യൻ മണ്ണിലേക്ക് അൽ നസറിലേക്ക് അയാൾ ബൂട്ട് കെട്ടിയത് സമാധാനത്തോടെ സന്തോഷിക്കാൻ മാത്രമായിരുന്നില്ല. അവിടെയും കഠിനമായ കാത്തിരിപ്പിനും വീണുപോയ ഫൈനലുകൾക്കും ശേഷം സൗദിയുടെ മണ്ണിൽ അയാൾ ഒരു കിരീടമുയർത്തി. വീണ്ടും താൻ തന്നെയാണ് രാജാവെന്ന് പ്രഖ്യാപിച്ചു. ദേശീയ ജേഴ്സിയിലും കഥ മാറിയില്ല. യൂറോ 2024 ആ നിരാശാജനകമായ ക്വാർട്ടർ ഫൈനലിൽ പുറത്താകിയതിനു ശേഷം പോർച്ചുഗൽ ശക്തമായി തിരിച്ചു വന്നു. കഴിഞ്ഞ വർഷം യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ തകർത്ത് അവർ നേഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുമ്പോഴും ആ വിജയഗാഥയിലെല്ലാം റൊണാൾഡോ എന്ന പേര് നിർണായകമായി തിളങ്ങി നിന്നു. റോണോയുടെ കാലുകളിൽ 5 ബാലൻഡിയോറുകളുടെ വിസ്മയമുണ്ട്. അന്താരാഷ്ട്ര ഫുട്ബോൾ ചരിത്രത്തിൽ രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ പുരുഷ താരമെന്ന റെക്കോർഡ് ഇപ്പോഴും അയാളുടെ പേരിനൊപ്പമാണ്. പോർച്ചുഗലിനായി മാത്രം ഇതുവരെ 143 ഗോളുകൾ. 2006, 2010, 14, 18, 22 5 ലോകകപ്പുകൾ, 8 ഗോളുകൾ. പക്ഷേ ആ കനക കിരീടം മാത്രം ഇപ്പോഴും അകന്നു നിൽക്കുന്നു. ഫുട്ബോൾ ലോകത്തിന്റെ സിംഹാസനമില്ലാത്ത രാജാവായി ഇനിയും തുടരുന്നതിന്റെ മുറിവ് അയാൾക്കുണ്ടാവാം. ഏറെ കാലമായി തന്നെ മോഹിപ്പിക്കുന്ന പ്രണയിക്കുന്ന ആ ഒരൊറ്റ കിരീടം നെഞ്ചോടടക്കാൻ തന്നെയാണ് ഇത്തവണയും റൊണാൾഡോ ഒരുങ്ങുന്നത്. റോബർട്ടോ മാർട്ടിനെസ് പറഞ്ഞ ആ വിശപ്പ് അത് മറ്റൊന്നിനുമല്ല, ആ ലോകകപ്പ് കിരീടത്തിനു വേണ്ടി മാത്രമുള്ളതാണ്.